യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ സുഹൃത്തുക്കളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജാഥാരണ മുന്നണിയിൽ ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് വെല്ലുന്ന സൗകര്യം തിരുവനന്തപുരത്തെയും കോഴിക്കോടെയും ഇന്നലെ കണ്ണൂർ മെഡിക്കൽ കോളേജിലും CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ശ്രീകണ്ഠപുരത്ത് ഉജ്ജ്വല വരവേൽപ്പ് നൽകി. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും ചുവപ്പ് വാളണ്ടിയർമാരുടെയും അകമ്പടിയോടെ ജാഥ ക്യാപ്റ്റൻ MP ഗോവിന്ദൻ മാസ്റ്ററെ LDF പ്രവർത്തകർ ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിൽ നിന്നും സ്വീകരിച്ച് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കിയ വേദിയിലേക്ക് ആനയിച്ചു. വികസന പ്രവർത്തനങ്ങൾ LDF സർക്കാർ തുടരുമെന്നും വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ശ്രീകണ്ഠപുരത്തെ സ്വീകരണ യോഗത്തിൽ സജി കുറ്റ്യാനിമറ്റം അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, MP ജയരാജൻ, PP ദിവാകരൻ, M കരുണാകരൻ, അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ, എബിയൻ ജോസഫ്, ജോയ് കൊന്നക്കൽ, PV സേവി, CP ഷൈജൻ, ജോസ് ചെമ്പേരി, VV കുഞ്ഞികൃഷ്ണൻ, PV ഗോപിനാഥ്, MC രാഘവൻ, VG സോമൻ, ശശിധരൻ നമ്പ്യാർ, AJ ജോസഫ്, TV രാജേഷ്, സാജൻ ജോസഫ്, സുരേഷ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ഗവൺമെന്റ് തരണമെങ്കിൽ എൻഡിഎയുടെ ഭാഗമായി പിണറായി വിജയൻ വരണമെന്നാണ്. അസംബന്ധമായി പോലെ എന്തും പറയും. ഇതാണ് BJP നേതൃത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എന്തും പറയും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ നിങ്ങളുടെ ഭൂപടത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കാരണം BJP ഒരേ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. ബദലായിട്ട് അത് കേരളമാണ്. ആ കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നില്ല. ഈ കേരളം വളരുന്നത് നിങ്ങൾക്ക് പ്രയാസമാണ്. കാരണം രാജ്യത്തിനും ലോകത്തിനും മാതൃകയായിട്ടാണ് കേരളം നിലകൊള്ളുന്നത്. വളരെ വ്യക്തിപരമായ പ്രശ്നം ലോകത്തിന് മുന്നിൽ അറിയാവുന്ന രാജ്യമായിട്ട് നാടായിട്ട് കേരളം നിൽക്കുകയാണ്. അതാണ് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം. നിങ്ങളുടെ ഭൂപടത്തിൽ കേരളത്തിലേക്ക് ലോകത്തിന്റെ ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ചുമതല. അത് ഞങ്ങൾ പോയി ലോക ഭൂപടത്തിൽ ഞങ്ങൾ വരും. ഇപ്പോൾ തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനിയും അത് മുന്നേറും. 2021 തീയതി ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. അധികാരത്തിൽ അവസാനിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നാട് കേരളം. ലോകത്ത് പോലെവിടെയില്ല ചൈന ഒഴിച്ച്. അതിനെ പോലീസുകാരുമാണ് ചൈന ഒഴിച്ച് ലോകത്തെവിടെയും അധികാരത്തിലും അവസാനിപ്പിക്കില്ല. ഞങ്ങൾ അധികാരത്തിൽ മാത്രമല്ല ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല. ആ ചുമതല നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 1600 62 ലക്ഷം കുടുംബങ്ങളിലുള്ള മനുഷ്യർക്ക് ഞങ്ങൾ 2000 വർദ്ധിപ്പിച്ച്